ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് ഇന്ത്യൻ റെസിപ്പീസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീട്രൂട്ട് സ്വീറ്റ് പൊട്ടറ്റോ പറാട്ട. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ഇത് നമുക്ക് ലഞ്ചും ഡിന്നറും ആയിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാദ്യം ഞാൻ പറാട്ടയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം വേണ്ടത് നമുക്ക് ആട്ടപ്പൊടി വേണം, പിന്നെ നെയ്യ് വേണം, പിന്നെ ഉപ്പ് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ ഇച്ചിരി ജീരകം പൊടിച്ചത് വേണം. ആവശ്യത്തിനുള്ള വെള്ളവും കൂട്ടി നമുക്ക് പറാട്ടയ്ക്കുള്ള തയ്യാറെടുപ്പെടുക്കാം. പിന്നെ ആദ്യം നമുക്ക് പറാട്ടയ്ക്കുള്ള ആട്ട നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ആട്ട 2 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഏകദേശം 2 ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തു. അതിൻ്റെ അകത്ത് നമുക്ക് ആട്ട നല്ലോണം സോഫ്റ്റ് ആകാൻ വേണ്ടി അതിനകത്ത് നമ്മൾ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഇട്ടാൽ നല്ലോണം അത് സോഫ്റ്റായി ആട്ടപ്പൊടി കിട്ടും. ആട്ട നല്ലോണം കുഴച്ച് കിട്ടും. പിന്നെ അതിൻ്റെ കൂടത്തിൽ നമുക്ക് ഉപ്പിടണം, പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ ഇച്ചിരി ജീരകം പൊടി ഇടണം. നമുക്കിവിടെ വേണമെങ്കിൽ ഇച്ചിരി അയമോദകം ഇടാം ഈ ആട്ടപ്പൊടിക്കകത്ത്. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം അത് കുഴച്ചെടുക്കുക. അത് നല്ല സോഫ്റ്റ് ഡൗ വേണം. ഒരു മണിക്കൂറത്തേക്കിന് അത് മൂടി വെച്ചാൽ നല്ല സോഫ്റ്റ് പറാട്ട ആയിട്ട് കിട്ടും. ഇനി ഞാനിവിടെ വെള്ളം ഒഴിച്ചു. ഇനിയും കുഴച്ചെടുക്കാൻ പോവാണ്. നല്ലോണം അത് നല്ല സോഫ്റ്റായിട്ട് കുഴക്കണം, എന്നാലേ നല്ല സ്മൂത്ത് ഡൗ കിട്ടത്തുള്ളൂ. അപ്പം നമ്മളുടെ ഡൗ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇത് കണ്ടാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഡൗ ആണ്. അത് മൂടി വെക്കുക 1 മണിക്കൂറത്തേക്കിന്. അത് കഴിഞ്ഞ് അത് നല്ല ബോൾസ് ആയിട്ട് എടുത്താൽ മതി. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ ബോൾസ് ആയിട്ട് എടുക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. ഉള്ള സ്റ്റഫിങ് റെഡിയാക്കാം നമുക്ക് പറാട്ടയ്ക്ക് വേണ്ടി. ഞാനിവിടെ 1 ബീട്രൂട്ടും 3 സ്വീറ്റ് പൊട്ടറ്റോയും കൂടെയാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ടെമ്പറിങ്ങിന് വേണ്ടി കടുക്, നെൽക്കടല പൊടിച്ചത്, ഇച്ചിരി ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരിഞ്ജീരകം, അതെല്ലാം കൂടെ നമുക്ക് ടെമ്പറിങ് ചെയ്യണം. ആദ്യം ഞാൻ കടുകിട്ടു എണ്ണയ്ക്കകത്ത്, പിന്നുള്ള മസാലകൾ ഇട്ട് അത് കഴിഞ്ഞ് നമുക്ക് ബീട്രൂട്ട് പൊട്ടറ്റോയും കൂടെ ബോയിൽഡ് ചെയ്ത് വെച്ച് അത് നമുക്ക് സ്മാഷായിട്ട് ഇടാം. അത് ബോയിൽഡ് ചെയ്തതും ആകാം, ബീട്രൂട്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതും ആകാം. ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് പൊട്ടറ്റോയും കൂടെ ചേർത്ത്, പൊട്ടറ്റോയും ബീട്രൂട്ടും കൂടെ ചേർത്ത് അത് നല്ലോണം ആ സ്റ്റഫിങ് ഒന്ന് ചൂടാവുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ വെള്ളം പറ്റി പോകുന്നിടം വരെ റെഡിയാക്കിയെടുക്കാം. അതിൻ്റെ വെള്ളം പറ്റി പോകുന്നിടം വരെ ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ ഇളക്കി കൊടുത്ത് നല്ലോണം അത് സ്റ്റഫിങ് ആക്കി എടുക്കണം. ഇത് കണ്ടാൽ ഞാനിപ്പോൾ ഈ കൺസിസ്റ്റൻസി ആക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമുക്കൊരു 3 മിനിറ്റ്സ് വരെ. അപ്പോൾ അത് നമ്മൾ നല്ലോണം അത് മിക്സാക്കി കൊടുക്കണം. എല്ലാം കൂടെ മിക്സാക്കി കഴിഞ്ഞ് അത് സ്റ്റഫിങ് നമ്മളുടെ റെഡിയായി. ഇനി നമുക്ക് പറാട്ടയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ പരത്തി റൊട്ടി ഉണ്ടാക്കുന്ന മാതിരി പരത്തി എടുക്കുക. അതിൻ്റെ ശേഷം 1 സ്പൂൺ സ്റ്റഫിങ് ചേർത്ത് ഇങ്ങനെ മടക്കിയെടുക്കണം. ഫോൾഡ് ചെയ്ത് റൗണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അതിൻ്റെ മേൽവശം നമുക്കിങ്ങനെ ഒത്തിരി ആട്ട ഉണ്ടെങ്കിൽ അത് നമുക്കങ്ങനെ പറിച്ചെടുക്കാം. റൗണ്ടായിട്ട് പറിച്ചെടുത്തിട്ട് അത് നല്ലോണം മൂടിയിട്ട് ആട്ടപ്പൊടിക്കകത്ത് മുക്കിയിട്ട് പിന്നെ അത് പറാട്ട മാതിരി നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി പരത്തിയെടുക്കുക. ഇത് കണ്ടോ, നമ്മുടെ സ്റ്റഫിങ് ഒന്നും വെളിയിൽ പോകുന്നില്ല, നമ്മളുടെ ആട്ടപ്പൊടിക്കകത്ത് തന്നെ ഇരിക്കുക. അപ്പം നമ്മളുടെ പറാട്ട നല്ലോണം ഒരു നല്ല പറാട്ടയായിട്ട് മാറും. നല്ല അടിപൊളി ടേസ്റ്റുള്ള പറാട്ടയായ. അങ്ങനെ ഇപ്പോൾ ഒരു പാൻ ചൂടാക്കി എടുത്തു. അതിൻ്റെ പുറത്ത് നമ്മൾ പരത്തി വെച്ച പറാട്ട അതിൻ്റെ പുറത്തിടണം.
അങ്ങനെ മറിച്ചും തിരിച്ചും കൊടുത്ത് അത് വെന്ത് വരുമ്പോഴത്തേക്കിന് നമ്മളുടെ പറാട്ടയ്ക്കയുടെ പുറത്ത് ഇച്ചിരി എണ്ണ തൂക്കുക. അത് ഇച്ചിരി അമക്കി കൊടുത്തതിൻ്റെ ശേഷം ആ പറാട്ട നല്ലോണം അത് പൊങ്ങി വരും. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് മറ്റൊരു സൈഡ് തിരിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളുടെ 2 സൈഡും നല്ലോണം അത് വെന്ത് വന്നിട്ടുണ്ട്. കണ്ട നല്ല ചുറ്റും നല്ല ബീട്രൂട്ടും പൊട്ടറ്റോയും ഉള്ള പൊള്ളി ടേസ്റ്റുള്ള പറാട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. ഇത് നമുക്ക് ചൂടോടെ ലഞ്ചോ ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റിലോ ഏത് നേരത്തും നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. പിന്നെ ഇച്ചിരി അച്ചാറും കൂട്ടിയോ എന്തെങ്കിലും ചെറിയ കറിയൊക്കെ മതി. ഇത് കണ്ടോ, നല്ല അകത്ത് നല്ല ബീട്രൂട്ടും സ്വീറ്റ് പൊട്ടറ്റോയും നല്ല സ്റ്റഫിങ് ഉള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള പറാട്ട റെഡിയായി. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി പറാട്ടയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക with the bell button. Thanks for watching. See you in the next video.